പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഒന്നാമതായി, ഈ സ്നേഹം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെടുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ സംസാരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ സന്തോഷം നൽകുന്ന ആ സ്നേഹം നമ്മിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോൾ നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും. നമ്മൾ സൃഷ്ടിക്കാത്ത ഒരു ഊർജം നമ്മിലുണ്ട്. സംതൃപ്തി പ്രസരിപ്പിക്കുന്ന 1-2 സുഹൃത്തുക്കളെക്കുറിച്ചാണ് ധ്യാനം. അവർ ദൈവസ്നേഹത്തിൽ വസിക്കുന്നുവെന്നും അതിൽ നിന്ന് സന്തോഷം അനുഭവിക്കുന്നുവെന്നും ഞാൻ കരുതുന്നു. യഥാർത്ഥ സൗഹൃദമെന്നത് ഞാൻ ആരെയാണോ സുഹൃത്തായി കരുതുന്നത് അവരിലൂടെ ദൈവസ്നേഹവും ദൈവസംരക്ഷണവും ദൈവശക്തിയും എനിക്ക് ലഭിക്കുന്നു എന്ന ബോധ്യമാണ്. അതാണ് യഥാർത്ഥമായ സൗഹൃദത്തിൻ്റെ ശക്തിയും ആഴവും. കർത്താവ് പറഞ്ഞു, നിങ്ങളെന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. എന്നാൽ ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. കാരണം എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്ന്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. പിതാവിനറിയാവുന്നതൊക്കെയും എനിക്കറിയാം, എനിക്കറിയാവുന്നതൊക്കെയും പിതാവിനറിയാം. ഞാൻ നിങ്ങളെ ഇതാ അതുപോലെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് പിതാവിനും എനിക്കും അറിയാവുന്നത് നിങ്ങൾക്കും അറിയാം എന്നതാണ് ഈ സ്നേഹത്തിൻ്റെ ഒന്നിച്ചു വസിക്കുവാനുള്ള ക്രിസ്തു ക്ഷണത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ സുവിശേഷത്തിൻ്റെ 2-ാം വചനം പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഈ സ്നേഹത്തിൻ്റെ 2-ാം തലത്തിൽ ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ സന്തോഷങ്ങളും സംതൃപ്തികളും നമ്മെ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളോട് എപ്പോഴും പുലർത്തുന്ന സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്, മനോഭാവത്തിലാണ് മാതാപിതാക്കൾ എന്നേക്കും ജീവിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൽ യാഥാർത്ഥ്യമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞ ഈ ക്രിസ്തു ബന്ധത്തിൻ്റെ സ്നേഹാനുഭവത്തിൽ നിന്നുമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളുടെ സ്നേഹവും ശക്തിയും ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നന്മയുടെയും പ്രേരണയായി യഥാർത്ഥ സ്നേഹം മാത്രമേ നിലനിൽക്കൂ. യേശു അതറിയുകയും സ്നേഹത്തെയും സന്തോഷത്തെയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന സ്നേഹത്തെ പരിപോഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മഹത്തായ സ്നേഹത്തിൻ്റെ സേവനത്തിലാണ് ക്രിസ്തുനാഥൻ നിലകൊള്ളുന്നത്. ഈ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മോട് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്നാണ്. സ്നേഹത്തിൽ നിലനിൽക്കുക എന്നതാണ് ക്രിസ്തുബന്ധത്തിൻ്റെ ഏറ്റവും വലിയ കഴിവും ശക്തിയും ആഴവും സത്യവും അടങ്ങിയിരിക്കുന്നത്. യേശുവിൻ്റെ അനുയായികളെ ഒന്നിച്ചു ചേർക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹം ഇല്ലയെങ്കിൽ യേശുവിനെ പിന്തുടരുന്നത് ശൂന്യവും വരണ്ടതുമാണ്. അവൻ്റെ ജീവിത രീതി പഠിപ്പിക്കുക മാത്രമല്ല, ആ ജീവിത രീതി കാണിച്ചു തരികയും കൂടി ചെയ്യുകയാണ് കർത്താവായ യേശുനാഥൻ. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവുമായി ഒരു ഉടമ്പടി ബന്ധമുണ്ട്. നമ്മുടെ കൂദാശ ബന്ധം, കർത്താവിൻ്റെ ദിവസത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ ബന്ധം
ക്രിസ്തുവിനെ ഞാൻ കർത്താവിൻ്റെ ദിവസം സ്വീകരിക്കുക എന്ന ആത്മാർത്ഥ ബന്ധം. മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലുള്ള ആത്മാർത്ഥ ബന്ധത്തിൻ്റെ പൊരുൾ ഇവ തന്നെയാണ്. ക്രിസ്തു സ്നേഹത്തിൽ നിലകൊള്ളുവാൻ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നാം പാലിക്കുമ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹകൽപ്പനയ്ക്കുള്ളിലേക്ക്, സ്നേഹത്തിൻ്റെ ഉള്ളിലേക്ക് നാം ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, നമുക്ക് നമ്മുടെ ക്രിസ്തു ഉടമ്പടിയുടെ യഥാർത്ഥ വാഹകരും ജീവിക്കുന്ന സ്നേഹിതരുമായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.